എല്ലാം അവസാനിച്ചെന്ന് നീ കരുതുന്ന നിമിഷം മുതൽ നീ പ്രതീക്ഷിക്കാത്ത ഒരു തുടക്കവുമായി ഞാൻ വരും. നേരോടെ നിന്ന് നീ പരാജയപ്പെട്ടാൽ അത് ബാധിക്കുന്നത് എന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാം അവസാനിച്ചെന്ന് നീ കരുതിയിടത്തു നിന്ന് ഞാൻ തുടക്കമിടും. ചോദ്യങ്ങളെ ഭയന്ന് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാൻ ആർക്കും സാധിക്കും. എന്നാൽ ഒരു യഥാർത്ഥ പോരാളിക്ക് മാത്രമേ അവയെ ധൈര്യമായി നേരിടാൻ കഴിയൂ. സ്വന്തം വാക്കുകളിലും പ്രവൃത്തികളിലും സത്യവും മനസ്സിൽ നന്മയുമുണ്ടെങ്കിൽ ആരെയും ഭയപ്പെടേണ്ടതില്ല. അങ്ങനെയുള്ളവർക്ക് മുമ്പിൽ എന്തിനും തയ്യാറായി ഞാനുണ്ടാകും. നിന്നെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ എന്റെ മനസ്സും ശരീരവും മാത്രമല്ല, എന്റെ ശ്വാസം ഉൾപ്പെട്ട വിശ്വാസവും ചേർത്താണ് നിനക്ക് സമർപ്പിച്ചത്. സത്യമുള്ള സ്നേഹത്തിനോടൊപ്പം എന്തിനേയും നേരിടാനുള്ള ശക്തിയായി ഞാനുണ്ടാകും. നിനക്കെല്ലാം നേടിത്തരാൻ സ്നേഹത്തിന് കഴിയും. എന്നാൽ ആ സ്നേഹത്തിൽ മായം കലർത്തിയാൽ നേടിയെടുത്തതിനേക്കാൾ ഇരട്ടി നഷ്ടങ്ങൾ ഞാൻ നിനക്ക് വരുത്തും. എന്നെ ദർശിക്കുവാൻ നീ അലയേണ്ട ആവശ്യമില്ല. നീ കാണുന്ന ശിലകളിലും രൂപങ്ങളിലും മാത്രമല്ല, നിന്റെ പ്രതിരൂപത്തിലും പാദങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മൺതരികളിൽ പോലും ഞാനുണ്ട്. നിന്റെ എല്ലാ അവസ്ഥകളിലും ഞാനുണ്ട്. നീ അനുഭവിക്കുന്ന സന്തോഷത്തിലും നിന്റെ സങ്കടത്തിലും മാനസിക സംഘർഷങ്ങളിലും ക്രോധത്തിലും ഞാനുണ്ട്. നിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും സത്യവും നന്മയും ഉണ്ടെങ്കിൽ ആരെയും നീ ഭയപ്പെടേണ്ടതില്ല. നിന്നെ ഭയപ്പെടുന്നവരാണ് കൂടുതലായും ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അത് നിനക്ക് മനസ്സിലാകണമെങ്കിൽ നിന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് മുമ്പിൽ പതർച്ചയില്ലാത്ത മനസ്സോടെ, ശാന്തമായ മുഖഭാവത്തിൽ, ചെറുപുഞ്ചിരിയോടെ അവർക്ക് അഭിമുഖമായി നിൽക്കുകയാണെങ്കിൽ അവർ നിന്നെ ഭയപ്പെടുന്നത് തിരിച്ചറിയാൻ കഴിയും. ആത്മാർത്ഥമായി നിന്നിട്ടും നിന്നെ ഭയപ്പെടുത്തുന്നത് എന്തു തന്നെയായാലും അതിനെ നേരിടുക തന്നെ വേണം. ഭയപ്പെടാൻ തയ്യാറായാൽ മാത്രമേ ഭയപ്പെടുത്താൻ ആളുണ്ടാകൂ. നിന്റെ മനസ്സിൽ സ്നേഹവും ആ സ്നേഹത്തിൽ വിശ്വാസവും സത്യവുമുണ്ടെങ്കിൽ നീ ആഗ്രഹിച്ചതൊക്കെയും സാധിക്കുക തന്നെ ചെയ്യും. സ്നേഹത്തിലൂടെ മാത്രമാണ് ലോകം തന്നെ നിലനിൽക്കുന്നത്. അതിനാൽ ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കുക. ആ സ്നേഹം നിനക്ക് എല്ലാം നേടിത്തരും. എന്നെക്കുറിച്ച് ഒരുപാട് കഥകൾ നീ കേട്ടിട്ടുണ്ടാകും. അതിന്റെയൊന്നും യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതൊന്നും എന്നെ ബാധിക്കുകയുമില്ല. എന്നാൽ ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, ഞാൻ സ്നേഹിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നവരുടെ ദോഷങ്ങൾ തീർക്കാൻ ഞാൻ തുനിഞ്ഞിറങ്ങിയാൽ ബ്രഹ്മന് പോലും തടുക്കാനാവില്ല. അവിടെ ഞാൻ നടപ്പാക്കുന്നത് എന്റെ നീതിയായിരിക്കും. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, കൂടെ ആരുമില്ലാത്ത അവസ്ഥ നിനക്ക് വന്നു ചേർന്നാൽ നിനക്കൊപ്പം ഞാൻ എത്തിച്ചേരുമെന്ന്. അതിനായി എനിക്ക് നിന്റെ പൂജയോ വഴിപാടുകളോ ഒന്നും തന്നെ ആവശ്യമില്ല. നനച്ചിരിക്കാത്ത നേരത്ത്, നീ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഞാൻ നിനക്ക് മുമ്പിലുണ്ടാകും. ആര് നിന്നെ തളർത്താൻ ശ്രമിച്ചാലും അവർക്ക് മുമ്പിൽ ഞാൻ നിന്നെ ഉയർത്തും. അതിനായുള്ള നിന്റെ തിരിച്ചുവരവ് കാലത്തിനോട് ചിലർ ചോദിച്ചു വാങ്ങുകയും ചെയ്യും. ഇന്ന് നിന്നെ അവഗണിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചതിക്കുകയും ചെയ്തവർ അന്ന് നിനക്ക് മുമ്പിൽ തല താഴ്ത്തും. നീ വിശ്വസിക്കുന്നത് എന്നെയാണെങ്കിൽ നേരോടെ നിൽക്കുന്ന നിന്നെ സംരക്ഷിക്കേണ്ട ചുമതലയും എനിക്കാണ്. ഞാൻ സദാസമയവും നിനക്കൊപ്പമുണ്ടാകും. ധൈര്യമായിരിക്കുക. ആരാധനയോടെ നീ തരുന്നതെന്തും ഞാൻ സ്വീകരിക്കുകയും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. എന്നാൽ എന്നെ ആരാധിക്കുന്ന നീ ഒരാളെ വഞ്ചിച്ചാൽ ഉറപ്പായും നിന്നെ ഞാനും വഞ്ചിക്കും.
എന്റെ പ്രഭാവത്തിന്റെ മറവിൽ നീ അധാർമിക ചിന്തകളും പ്രവൃത്തികളുമായി നീങ്ങുകയാണെങ്കിൽ നിനക്ക് നാശമുണ്ടാക്കാനായി മറ്റൊരു രൂപത്തിൽ ഞാൻ അവതരിക്കും. എവിടെ ധർമ്മം നിലനിൽക്കുന്നുവോ അവിടെ ഞാനുണ്ടാകും. ഞാൻ നിന്റെ പൂജകളിലോ നീ കാണുന്ന ക്ഷേത്രങ്ങളിലോ അല്ല സ്ഥിതി ചെയ്യുന്നത്. ഞാൻ വസിക്കുന്നത് നിനക്കുള്ളിൽ തന്നെയാണ്. നിന്റെ ചിന്തകളെയും പ്രവൃത്തികളെയും ധർമ്മത്തിന്റെ വഴിയിലൂടെ സഞ്ചാരയോഗ്യമാക്കുകയാണെങ്കിൽ ആ വഴിയിൽ നിന്നെ സംരക്ഷിക്കാൻ ഞാനുണ്ടാകും. ഞാൻ നിന്നെ തനിച്ചാക്കിപ്പോയെന്ന് കരുതിയെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. ചില നൈമിഷിക സാഹചര്യങ്ങൾ നിന്നെ തനിച്ചാക്കിയതായി തോന്നിപ്പിക്കുന്നതാണ്. എന്നാൽ ഒരിക്കലും നിന്നിൽ നിന്ന് ഞാൻ അകന്നു പോയിട്ടില്ല. ഞാൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ട്. എനിക്കറിയാം. കാരണം നീ എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. എന്റെ ബാഹ്യലോകത്തും ആന്തരിക ലോകത്തും നീ മാത്രമാണുള്ളത്. എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി അവസാനം നീ ഒറ്റയ്ക്കായി അല്ലേ? വിഷമിക്കണ്ട. ആര് നിന്നെ വിട്ടുപോയാലും ഞാൻ നിനക്കൊപ്പം ഉണ്ടാവും. നമ്മൾ ഒരുമിച്ചായിരിക്കും എപ്പോഴും. എവിടെ നീ അവഗണിക്കപ്പെട്ടുവോ, എവിടെ നീ ഒറ്റപ്പെട്ടുവോ, അവിടുന്നൊക്കെയും നിന്നെ ഞാൻ കരകയറ്റും. നിന്നെ അവഗണിച്ചും തള്ളിപ്പറഞ്ഞും ഒറ്റപ്പെടുത്തിയും നിന്നവർക്ക് വേണ്ടി നീ ചെയ്തു കൊടുത്തതൊന്നും തന്നെ ചെറിയ കാര്യങ്ങളല്ല. അതുകൊണ്ടുതന്നെ നിന്നെ നഷ്ടപ്പെടുത്തിയതിന്റെ വേദന ഉറപ്പായും അവർ അനുഭവിക്കും. കാരണം നീ അവർക്കു വേണ്ടി എന്തിനും തയ്യാറായി ആത്മാർത്ഥമായി കൂടെ നിന്നതുപോലെ നിന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർ ചേർത്തവരിൽ ആരും തന്നെ കൂടെ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ നിന്റെ മൂല്യം ഉറപ്പായും അവർ തിരിച്ചറിയും. ഇത് എന്റെ വാക്കാണ്. നിന്റെ ജീവിതം സന്തോഷകരമാകണമെങ്കിൽ അതിന് നീ തന്നെ പ്രയത്നിക്കണം. ആ പ്രയത്നത്തിന് നിന്റെ കൂടെയുള്ള ആരും തന്നെ സഹായികളായി നിൽക്കില്ല. നിന്റെ കഷ്ടതകളിൽ അധ്വാനമില്ലാത്ത സഹതാപവാക്യങ്ങളുമായി നിൽക്കുവാൻ മാത്രമേ അവർക്ക് കഴിയൂ. അത് നിന്റെ മനസ്സിനെ കൂടുതൽ തളർത്തുകയാണ് ചെയ്യുന്നത്. നിന്റെ വിഷമതകളിൽ സന്തോഷിപ്പിക്കുവാനോ കഷ്ടതകളിൽ സഹായിക്കുവാനോ ഉയർച്ചയുടെ പടവുകളിലേക്ക് കൈപിടിച്ചുയർത്തുവാനോ അവർക്ക് കഴിയില്ല. സ്വന്തം മാനാഭിമാനങ്ങളെ വകവയ്ക്കാതെ എന്തിനും തയ്യാറായി നിനക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരാളായി ഞാനുണ്ടാകും. എന്നാൽ നിന്നിൽ ഞാൻ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസ്യത നീയും പാലിക്കണം. നിലനിൽപ്പ് ഭേദമാകുമ്പോൾ അത്യാഗ്രഹങ്ങളും അതിമോഹങ്ങളും നിന്നെ പിടിപെടാൻ സാധ്യതയുണ്ട്. ആ വലയത്തിൽ പെടുന്ന നിമിഷം മുതൽ പല ദുസൂചനകളും ഞാൻ നിനക്ക് തരും. അത് വകവയ്ക്കാതെ നുണകളുടെ മറപിടിച്ച് നിന്റെ അധർമ്മങ്ങൾ തുടരുകയാണെങ്കിൽ സ്വന്തം നാശത്തിനുള്ള തുടക്കവും കുറിക്കും. എന്നിലൂടെ നീ നേടിയെടുത്തതിൻ്റെ ഇരട്ടി നഷ്ടങ്ങളും ദുരിതങ്ങളുമായിരിക്കും നിനക്ക് വന്നു ചേരുന്നത്. അത് നിന്നെ അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല, അതിമോഹത്തിലൂടെ നീ ചേർത്തവരുടെ പൊയ്മുഖങ്ങൾ തിരിച്ചറിയുവാനും ഞാൻ എന്തായിരുന്നു എന്ന് നീ മനസ്സിലാക്കുവാനും വേണ്ടി ഞാൻ തരുന്ന ശിക്ഷയാണ്. നിന്റെ തെറ്റുകൾ തിരിച്ചറിയുന്ന നിമിഷം മുതൽ നീ എന്നിലേക്ക് തന്നെ തിരിച്ചെത്തും. അന്നു മുതൽ നിന്റെ ജീവിതത്തിന്റെ അടുത്ത അധ്യായത്തിന് ഞാൻ തുടക്കമിടും. എല്ലാം നല്ലതിനെന്ന് മാത്രം കരുതുക. നിനക്ക് ദോഷം വരുന്ന ഒന്നും തന്നെ സ്ഥിരതയോടെ നിൽക്കില്ല. ഓം നമഃ ശിവായ. നേരോടെ നിന്നിട്ടും സത്യം പറഞ്ഞിട്ടും നിന്നെ ആരും വിശ്വസിക്കുന്നില്ല അല്ലേ? അത് നിന്റെ കുഴപ്പം കൊണ്ടല്ല. നീ പറയാത്തതും അറിയാത്തതുമായ കാര്യങ്ങൾ നിന്റെ കുറ്റമായില്ല മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുവാനാണ് അവർക്കിഷ്ടം. അവരോട് നിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാലും അതിലും കുറ്റങ്ങൾ കണ്ടെത്തുവാൻ മാത്രമേ അവർ ശ്രമിക്കൂ. അതിനാൽ അങ്ങനെയുള്ളവരോട് സംഭാഷണം നടത്തി നേരം കളയേണ്ടതില്ല. ഇത്രയൊക്കെ കുറ്റങ്ങൾ നിന്റെ പേരിൽ ആരോപിക്കപ്പെട്ടാലും അതൊന്നും നിനക്ക് മുമ്പിൽ വന്ന് പറയുവാൻ ആർക്കും ധൈര്യമുണ്ടാവില്ല. അത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അതിൽ യാഥാർത്ഥ്യമൊന്നും തന്നെ ഇല്ലെന്നറിയാം. നിന്റെ നാമത്തിൽ അങ്ങനൊരു മനസ്സുഖവും ആത്മസംതൃപ്തിയും അവർക്ക് നേടാൻ കഴിഞ്ഞെങ്കിൽ അതിന്റെ പുണ്യം നിന്നിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത്.
അതിനാൽ നിനക്ക് മുമ്പിൽ വരാൻ ഭയപ്പെടുന്ന കുറ്റം പറച്ചിലുകളുടെ ഉദ്ഭവജ്ഞാനികളുടെ പിന്നാലെ മറുപടികളുമായി നീ പോവേണ്ടതില്ല. അതിനെ ആസ്വദിക്കുക മാത്രം ചെയ്താൽ മതി. അവർ ചെയ്യുന്നതെന്തോ അത് അവരിലേക്ക് തന്നെ ഉത്തരമില്ലാത്ത മറുചോദ്യങ്ങളായി തിരികെ ചെല്ലും.